ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സന്ധ്യാസ് കിച്ചൺ വേൾഡ്. ഇന്നത്തെ റെസിപ്പി ബീട്രൂട്ട് എഗ് ഫ്രൈ ആണ്. ഇത് ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് ചപ്പാത്തിയുടെ കൂടെയൊക്കെ നമുക്കിത് കഴിക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഒരു പാത്രം എടുത്ത് വയ്ക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ, 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ജീരകം, 2 ഉണക്കമുളക്, 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്, 1 ടീസ്പൂൺ കടലപ്പരിപ്പ്, 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 4-5 വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു സവാള, 2 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് 250 ഗ്രാം ബീറ്റ്റൂട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കണം. അതിൻ്റെ കൂടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ച് കൊടുക്കാം നമുക്ക്. ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് ഒന്ന് ഒതുക്കി വെക്കാം നമുക്ക്. അതിലേക്ക് ഒരു 3 മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മുട്ടയൊക്കെ വെന്ത് ബീട്രൂട്ടായിട്ട് നന്നായിട്ട് യോജിച്ച് കിട്ടുമ്പോൾ നല്ല പൊടിയായിട്ടിരിക്കും. ഇത് നമ്മൾ തോരനൊക്കെ ഉണ്ടാക്കാറില്ലേ, അതുപോലത്തെ നല്ല പൊടിയായിട്ട് കിട്ടും നമുക്ക്. ഇനി നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ചേർത്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ബീട്രൂട്ട് എഗ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇത് ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. ചപ്പാത്തിക്കൊക്കെ ബെസ്റ്റാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് മറക്കാതെ ചെയ്യൂ. താങ്ക് യു.